അസുഖമായ മക്കൾ നോക്കണം. അത് ആമക്കളായാലും പെൺമക്കളായാലും പ്രായമായ നോക്കണ്ടേ. എല്ലാവർക്കും തിരക്കന്നെ, സമയമില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ഓളാണെങ്കിൽ പാട്ടിന് വായിന്ന്, ഡാൻസിന് വായിന്ന്, എല്ലാവർക്കും തിരക്കന്നെ. അതെല്ലാം ശരി തന്നെ. എന്നാലും പ്രായമായിട്ട് ആകുമ്പോൾ നോക്കും വേണ്ടേ. നീ പറഞ്ഞെല്ലാം ശരി തന്നെയാണ് സൗദാമിനി. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇപ്പം ലോകത്ത് നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. നീ പിന്നെ വിളിക്ക് സൗദാമിനി. എന്നാ മമ്മ കിടക്കുന്നേ? അമ്മക്ക് വെള്ളം വേണോ കുടിക്കാൻ? വേണ്ട മോളെ. അമ്മമ്മക്ക് എന്തോ വിഷമമുണ്ടല്ലോ, എന്നോട് പറ. എന്തിനാ അമ്മമ്മ കരയുന്നത്? എനിക്ക് 4 മക്കളുണ്ടായിരുന്നു മോളെ. എല്ലാവരെയും പഠിപ്പിച്ച് വലിയ നിലയിലാക്കി. ഞാൻ വിഷമിച്ചാലും അവരെ വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ നോക്കി. ഞാൻ വിശന്നു നിന്നാലും അവരെ വിഷമിപ്പിച്ചിട്ടില്ല മോളെ. ഇപ്പം അവരെല്ലാം വലിയ ആളായി. അവരെ ജീവിതത്തിൽ ഇപ്പം ഞാനില്ല. ഇന്നലെ ഉണ്ടല്ലോ മോളെ, എൻ്റെ മോൾ എന്നോട് എന്നാ പറഞ്ഞെന്നറിയാം മോക്ക്? എൻ്റെ മോക്ക് എന്നെ നോക്കാൻ സമയമില്ല പോലും മോളെ. എൻ്റെ മോൾ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എൻ്റെ മോൾ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു മോളെ. അമ്മമ്മ വിഷമിക്കല്ല അമ്മമ്മ. അമ്മൂമ്മേനെ ഒറ്റക്കല്ല, അമ്മമ്മക്ക് ഞാനുണ്ട് അമ്മമ്മ. വീട് വലിയ വീടാണ് മോളെ. എല്ലാവർക്കും നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത്ര വലിയ വീട് എടുത്തിന്. മക്കളെല്ലാം കല്യാണം കഴിച്ച് ഭർത്താക്കന്മാർ വന്നേ പിന്നെ എന്നെ ആയിരിക്കും വേണ്ട. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇത്ര വലിയ വീടൊന്നും എടുക്കണ്ടേ. അമ്മമ്മ വിഷമിക്കല്ല അമ്മമ്മ, ഞാൻ ഇങ്ങ് പോയിക്കോട്ടെ. ശരി മോള്. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയമ്മേ. അമ്മേ, എൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേട്ട് ഞാൻ അമ്മേനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ വലിയ തെറ്റാണ് അമ്മയോട് ചെയ്തത്. ഞാൻ ഒരിക്കലും തെറ്റ് ആവർത്തിക്കൂല അമ്മേ. അമ്മ ഇല്ലാണ്ട് ഒരു രാത്രി പോലും നമുക്ക് ഉറങ്ങാൻ കഴിയേയില്ല. കരയല്ലമ്മേ. ഞാൻ അമ്മേനോട് കാല് പിടിച്ച് മാപ്പ് പറയാമേ. എന്നോട് ക്ഷമിക്കമ്മേ. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കൂല അമ്മേ. വാ അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോവാ. വാ എഴുന്നേക്ക്. വാ അമ്മേ. മാതാപിതാക്കൾ നമ്മളെ വളർത്താൻ സ്വന്തം സന്തോഷങ്ങളും സ്വപ്നങ്ങളും ത്യജിച്ചവരാണ്. നമ്മൾ ഉയരങ്ങളിലെത്തുമ്പോൾ നമ്മളെ കൈപിടിച്ചുയർത്തിയ ആ കൈകളെ മറക്കരുത്. വയസ്സാകുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് വലിയ നന്ദികേടാണ്. നമ്മൾ ഇന്ന് കാണിക്കുന്ന സ്നേഹവും കരുതലും തന്നെയാണ് നാളെ ഒരു ദിവസം നമ്മുടെ മക്കളിൽ നിന്ന് തിരികെ ലഭിക്കുക. പണം, സ്ഥാനം, സൗകര്യം എല്ലാം ഒരു ദിവസം ഇല്ലാതാകാം. പക്ഷേ മാതാപിതാക്കളുടെ അനുഗ്രഹം ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാകും. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിച്ചവർ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നോടുള്ള സ്നേഹസ്പർശം നിങ്ങളുടെ വിരൽത്തുമ്പിലൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ടാവട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.